കൊല്ലം ചിതറ പുതുശ്ശേരിയിൽ 9ാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ മൂലമല്ല കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധു സുനിൽ 24നോട് പറഞ്ഞത്. മരണത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായ അന്വേഷണം വേണമെന്ന് സുനിൽ ആവശ്യപ്പെടുന്നു. കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. അസ്വാഭാവികമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത്. നമ്മൾ നോക്കുന്നിടത്തോളം കാലം കൊച്ചിന് വീടുമായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൽ ഇപ്പം ബലമായിട്ടുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് ഒന്നീ പഠിക്കാൻ പോകുന്ന ആ മേഖല, അല്ലെങ്കിൽ കുട്ടിയെ മറ്റാരോ ശല്യം ചെയ്യുന്ന രീതിയിൽ ആണ് ഈ കുട്ടിയുടെ പ്രവർത്തനം. ഈ കുട്ടി ഇങ്ങനെ മരിക്കാനുള്ള കാരണം അതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം വീടുമായിട്ട് യാതൊരു ബന്ധവും, ഈ മരണമായിട്ട് യാതൊരു കാരണവശാലും ഈ വീടുമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ഒരു കുട്ടിയല്ല ഇത്. കൊട്ടാരക്കരയിൽ നിന്ന് AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ കൊല്ല ചിതറ പുതുശ്ശേരിയിൽ പെൺകുട്ടി 14 വയസ്സുകാരി മരണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ കുടുംബം ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല ഇത്തരത്തിലൊരു ആത്മഹത്യ നടക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം. കുട്ടിയെ മറ്റാരോ ശല്യം ചെയ്തിട്ടുണ്ട്. മരണത്തിന് പിന്നിൽ ഈ ശല്യം ചെയ്യലാണോ, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനമാണോ ഈ മരണത്തിലേക്ക് നയിച്ചത്, ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നാണ് ബന്ധു 24നോട് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തണം. ഈ കുട്ടിയുടെ ഈ മരണത്തിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങളിലേക്ക് അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ഫോറൻസിക് സംഘം ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. കുട്ടി താമസിച്ച മുറിയിലാണ് സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ മുറിയിൽ നിന്ന് കാര്യമായ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ചിതറ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിച്ച യുവാവിനെ കുറിച്ച് പോലീസിന് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും കുടുംബവും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ദുരൂഹത ഉന്നയിക്കുന്നു. പോലീസിൻ്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. കുടുംബം എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട ദുരൂഹതകൾ നീക്കണമെന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകും. SKN. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.